നാളെയാണ് നിർണായകമായ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അടക്കം പങ്കെടുക്കുമോ എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ സമ്മേളനം നാട് തുടങ്ങാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. രാഹുൽ സഭയിലെത്താതെ അവധിയെടുക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവും ഒപ്പമുള്ളവരും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം സഭാ സമ്മേളനത്തിന് മുന്നോടിയായി സ്പീക്കർ എൻ ഷംസീർ ഇന്ന് ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുലിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാട് എന്ന കാര്യം സ്പീക്കർ കൂടി വ്യക്തമാക്കുമെന്നാണ് സൂചന. രാഹുൽ സഭയിൽ എത്തിക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കത്ത് സ്പീക്കറുടെ ഓഫീസിന് കൈമാറിയത്. ഇതോടുകൂടി ഈ വിഷയത്തിൽ നിർണായകമാണ് നീക്കങ്ങൾ. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ ഇല്ലയോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ വരട്ടെ, രാഹുലിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന പരസ്യ നിലപാടെടുത്ത ചില നേതാക്കളെങ്കിലും ഉണ്ട്. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നീക്കം. ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, ഇക്കാര്യത്തിൽ കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഇത്തരം ഉറച്ച സ്റ്റാൻഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു നീക്കം തന്നെ പ്രകടമാവാനല്ലേ സാധ്യത? രാഹുൽ സഭയിലെത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സജിത്ത്, രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകൾക്ക് പാർട്ടി എന്തിന് പ്രതിരോധം തീർക്കണം എന്ന ഒരു വിലയിരുത്തലിലേക്ക് നേതൃത്വം ഏറെക്കുറെ പൂർണ്ണമായി എത്തിയിരിക്കുകയാണ്. ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പിന്നീട് രമേശ് ചെന്നിത്തലയും അതിനുശേഷം കെ സുധാകരനും പിന്നെ കെ മുരളീധരനും മറ്റ് മുതിർന്ന നേതാക്കൾ മുഴുവൻ ഇതിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഈ സൈബർ ഇടങ്ങളിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ നിന്നടക്കം നടക്കുന്ന ചില പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം വരെ വലിയ തരത്തിൽ പാർട്ടിക്ക് തലവേദനയായിരുന്നു. പക്ഷേ അത് ആരൊക്കെയാണ് ആ പ്രചരണങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് കൃത്യമായി KPCC നേതൃത്വമടക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ മീഡിയ സെല്ലിൽ രാഹുലിനോട് അനുഭവം പുലർത്തിയിരുന്ന 5 പേരാണ് ഇത്തരത്തിൽ രാഹുലിനു വേണ്ടി ഈ രാഹുലിനെതിരെ നിലപാടെടുത്ത വനിതാ നേതാക്കളെ അടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളുടെ ഫേക്ക് അക്കൗണ്ടുകളുടെയൊക്കെ മോശം പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തതെന്ന് പാർട്ടിക്ക് തന്നെ ഔദ്യോഗികമായി പരാതി ലഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി പാർട്ടിയുടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും ഡിജിറ്റൽ മീഡിയ സെല്ലിന് മേൽ താൽക്കാലികമായി. അതിനുശേഷം പൂർണ്ണമായി അത് പിരിച്ചുവിടുകയോ അതല്ല എങ്കിൽ അത് പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണിപ്പോൾ നേതൃതലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇത് സംബന്ധിച്ച നിലവിലുള്ള ആശയക്കുഴപ്പം പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഹൈക്കമാൻഡ് നേതൃത്വത്തിൻ്റെ അനുമതിയോടെയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കത്ത് സ്പീക്കർക്ക് കൈമാറിയിരിക്കുന്നത് എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹൈക്കമാൻഡിനെ ഈ വിഷയത്തിൻ്റെ ഗൗരവം നേരത്തെ തന്നെ അദ്ദേഹം അറിയിച്ചതാണ്. അതിനുശേഷം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ചില പരാതികളെക്കുറിച്ച് ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുകയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെ ആ വിഷയത്തിൽ അവരുടെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഒരു വിട്ടുവീഴ്ചയും കാണിക്കേണ്ടതില്ല എന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു. പക്ഷേ അതിനുശേഷവും കോൺഗ്രസ് നേതാക്കളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളിൽ നടന്ന വലിയ സൈബർ ആക്രമണമാണ് ഇത്തരത്തിൽ ഒരു ആശയക്കുഴപ്പത്തിലേക്കും നേതൃത്വത്തെ തന്നെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ നിലവിൽ ആ സ്ഥിതി മാറി വരികയാണ്. പ്രതിപക്ഷ നേതാവ് എടുത്ത തീരുമാനത്തിനൊപ്പമാണ് മുതിർന്ന നേതാക്കളിൽ ഭൂരിഭാഗവും എന്ന് അവരുടെ തന്നെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം വ്യക്തമായിരുന്നു. ഇന്ന് സ്പീക്കർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. സ്വാഭാവികമായി ഈ ചോദ്യം അവിടെ ഉയരും. അങ്ങനെയെങ്കിൽ UDFനൊപ്പമല്ല മറ്റൊരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു ബ്ലോക്ക് തയ്യാറാക്കും. അത് സഭയുടെ ചട്ടങ്ങൾ അത്തരത്തിൽ അനുശാസിക്കുന്നത് കൊണ്ടാണ് ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നാളെ സഭാ സമ്മേളനം തുടങ്ങാനിരിക്കുക അത്തരമൊരു ക്രമീകരണത്തിലേക്ക് സഭ കടക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താനുള്ള സാധ്യത നന്നേ കുറവാണ് എന്ന് തന്നെ വിലയിരുത്തലിലാണ് പോലീസും നിയമസഭാ അധികൃതരും ഒക്കെ. യെസ്, രാഹുൽ മാങ്കൂട്ടം നാളെ സഭയിലെത്തുമോ എന്ന ചോദ്യമാണ് ഉണ്ടാവുക. ഇക്കാര്യത്തിൽ രാഹുലിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ പ്രചരണം നടക്കുന്നുണ്ടല്ലോ, ഒരു വിഭാഗം നടത്തുന്നുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും പ്രതിഫലനം ഒരുപക്ഷെ സഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഡാൻ? ഒപ്പം ഒരു കാര്യം കൂടി, ഇപ്പം രാഹുൽ സഭയിൽ എത്തിയില്ലെങ്കിൽ കൂടിയും രാഹുൽ വിഷയം സ്വാഭാവികമായും നിയമസഭയിൽ ചർച്ചയാവും. ആ ചർച്ചയാവുമ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എങ്ങനെയായിരിക്കും? മുകേഷ് അടക്കമുള്ളവരുടെ ഭരണപക്ഷത്തുള്ളവരുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം തീർക്കൽ തന്നെയായിരിക്കുമോ ഉണ്ടാവുക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും? യെസ്, ഡാനിലേക്ക് തിരികെ വരാം. എം ലിജു.